അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റപ്പോൾ ഒരു പാട്ടാണ് ശ്രദ്ധയപ്പെടുന്നത്. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് അത് കേൾക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ലേ, അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോനറിയണേ, ഞങ്ങളെ പടച്ചോനറിയണേ. മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ലേ. അപ്പം മടവൂര് ആരാണെന്ന് ചോദിച്ചാൽ ഓരോട് പറയാനുള്ളത് ഞങ്ങളെ പടച്ചോൻ ആരാണ്, മടവൂരാണ്. അതായത് മഹാനായ CM അബൂബക്കർ മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവിടുന്ന് മടവൂരിൽ ജനിച്ച് മടവൂരിൽ വഫാത്തായി മടവൂരിൽ ജീവിച്ച ഒരു മഹാനാണ്. അല്ലാതെ എവിടുന്നോ പൊട്ടിമുളച്ച് വന്നിട്ട് ഷെയ്ഖായിട്ട് വന്ന ആളല്ല. നമ്മുടെ നാടുകളിലൊക്കെ ഓതി പഠിച്ച് നമ്മുടെ നാട്ടിലുള്ള ആലിമീങ്ങളെ സമീപത്ത് തന്നെ പഠിച്ച് അവസാനം നമ്മുടെ നാട്ടിൽ തന്നെ തഹസീലിന് വേണ്ടി ബാക്കിയാത്തിൽ പോയി അവിടുന്ന് വന്ന് തിരിച്ച് മടവൂരിലേക്ക് തന്നെ വന്ന് മടവൂർക്കാർ തന്നെയാണ് അദ്ദേഹത്തെ ആ പള്ളിയിലെ ഖാദി മുദരിസായി നിയമിക്കുന്നത് എന്ന് നമ്മൾ ചരിത്രത്തിലും നമ്മുടെ അനുഭവത്തിലും നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയതാണ്. അപ്പോൾ അവിടുത്തെ ജീവിതം അത് കണ്ട ജനങ്ങൾക്കിടയിലാണ് അദ്ദേഹം ഇപ്പോഴും ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും സംഭവിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരും കൂട്ടുകാരും വീട്ടുകാരും സതീർത്ഥ്യന്മാരും ഉസ്താദന്മാരും ആ നാട്ടിലുള്ള എല്ലാവരും സാക്ഷ്യപ്പെടുത്തുന്ന രൂപത്തിൽ അവരുടെയൊക്കെ അംഗീകാരത്തോടു കൂടെ തന്നെയാണ് ആ നാട്ടിലെ ഖാദിയായിട്ട് അദ്ദേഹത്തെ നിയമിക്കപ്പെടുന്നതും മുദരിസായിട്ട് അദ്ദേഹത്തെ നിയോഗിക്കപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് അനുഭവങ്ങളൊക്കെ അനുഭവിച്ചവരാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ധാരാളം ആളുകൾ. മടവൂരിക്കാരും മുഴുവനും ആ രൂപത്തിലാണ്. അപ്പോൾ ചില സമയങ്ങളിൽ അദ്ദേഹത്തിന് ചില അവസ്ഥകൾ വന്നിട്ടുണ്ട് എന്ന് പല ആളുകളിൽ നിന്നും കേട്ടിട്ടുണ്ട്. അതുണ്ടാകുന്നത് വീടിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും ലോണ് വാങ്ങിയിട്ട് അതിൻ്റെ പേരിൽ ടെൻഷൻ അടിച്ചിട്ട് മനസ്സ് പതറിപ്പോയതല്ല. പതറിപ്പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഏതെങ്കിലും ആളോട് കടം വാങ്ങിയിട്ട് മുങ്ങിയിട്ടതിൻ്റെ പേരിൽ മനസ്സ് പതറിപ്പോയതല്ല. മറിച്ച് അള്ളാഹുവിലേക്കുള്ള ആ ഒരു ചിന്തയിലും ആ ഒരു ഇഷ്കിൻ്റെയും ഭാഗമായിട്ട് പലപ്പോഴും അവസ്ഥ മാറിയ രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാകാം. അങ്ങനെയൊക്കെ ഉണ്ടായ സംഭവങ്ങളും നമുക്ക് ചരിത്രത്തിലും ഹദീസിലൊക്കെ വായിക്കാൻ കഴിയും. മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ, ഹബീബായ മുത്തുനബി തങ്ങൾ വഫാത്തായ സമയത്ത് എൻ്റെ പ്രവാചകൻ വഫാത്തായി എന്ന് ആര് പറഞ്ഞാൽ അവൻ്റെ തലയെടുക്കും എന്ന് പറഞ്ഞാൽ ഉമർ എടുത്തിരിക്കും. ആ അവസ്ഥയിലേക്ക് മനസ്സ് കുറഞ്ഞ സമയത്തേക്ക് ചേഞ്ച് ആയപ്പോൾ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വന്നിട്ട് ഉപദേശിച്ചപ്പോഴാണ് അത് റെഡിയായത്. അപ്പോൾ അത് ഇഷ്കിൻ്റെ ഒരു അവസ്ഥയാണ്. എല്ലാ സമയത്തും ഉണ്ടാവില്ല, ചില പ്രത്യേക സമയങ്ങളിൽ അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആളുകളെ നിസ്സാരപ്പെടുത്തണ്ട, അവരെ കളിയാക്കണ്ട. താടിയും മുടിയൊക്കെ ജടകുത്തി അവർ നടന്നേക്കാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഒരു ശരീഅത്തിൻ്റെ നിയമത്തിൽ ബാധകമാകാത്ത രൂപത്തിൽ, ചിലപ്പം വൃത്തിയോ ശുദ്ധിയോ ഒന്നും ഇല്ലാത്ത രൂപത്തിൽ കാരണം അവർക്ക് മനസ്സ് പതറിപ്പോയ മജ്നൂനീങ്ങളാണ്. അത്തരം ആളുകളെ സമീപിക്കരുത്, അവരുടെ അടുത്ത് നിന്ന് ഇജാസത്ത് സ്വീകരിക്കരുത്, അവരിൽ നിന്ന് കുറച്ച് വിട്ടു നിൽക്കണം. പക്ഷേ അവരെ കളിയാക്കാൻ പോണ്ട, നിസ്സാരപ്പെടുത്താൻ പോണ്ട. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ റുബ്ബാബില ഖശഖസ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. താടി മുടിയൊക്കെ ജടകുത്തിയ നിങ്ങൾക്കിടയിൽ അപരിഷ്കൃതരായിട്ട് നിങ്ങൾ കാണുന്ന ചില ആൾക്കാർ നിസ്സാരപ്പെടുത്താൻ പോണ്ട. അള്ളാഹുവിൽ സത്യം ചെയ്തു പറഞ്ഞാൽ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമെന്ന് സദഖ മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് അത്തരം ആളുകളെ നമ്മൾ സൂക്ഷിക്കണം, കളിയാക്കാൻ പോണ്ട എന്ന് കരുതിയിട്ട് അവരെ പിൻപറ്റാനും പോണ്ട. ഇത്തരം ചില സന്ദർഭങ്ങൾ മഹാനവറുകൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതല്ലാത്ത സമയങ്ങളിൽ മുഴുവനും ഇസ്തിഖാമത്തോടുകൂടെ താഴത്തിൻ്റെ മേൽ മുവാലിബത്തായിട്ട് ജീവിച്ചൊരു മഹാനാണ് എന്ന് അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്ന എല്ലാവരും, ആ നാട്ടുകാരും അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും അദ്ദേഹത്തിൻ്റെ സതീർത്ഥ്യന്മാരും ഗുരുനാഥന്മാരും സാക്ഷ്യപ്പെടുത്തി അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് പല അത്ഭുതങ്ങളെയും അനുഭവത്തിൽ ആരെങ്കിലും എന്തെങ്കിലും എവിടെന്നെങ്കിലും പറഞ്ഞു കേട്ടിട്ട് അതിങ്ങനെ പെരിപ്പിച്ച് പറയല്ല, സ്വന്തം അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ ആളുകൾ അവരുടെ അനുഭവങ്ങൾ പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ
അവർ വലിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്ന് കരുതിയിട്ട് എല്ലാവരും അത് വിശ്വസിക്കണമെന്നില്ല. ഒരു വലിയാണ് എന്ന് വിശ്വസിക്കൽ എല്ലാവർക്കും നിർബന്ധമല്ല. ഒരു നബിയാണ് എന്ന് വിശ്വസിക്കൽ എല്ലാവർക്കും നിർബന്ധമാണ്. കാരണം ആ നബീൻ്റെ കയ്യിൽ അള്ളാഹു കൊടുക്കുന്ന തൻ്റെ നുബുവത്തിനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി കൊടുക്കുന്ന മുഅ്ജിസത്ത് അത് തന്നെ എതിരാളികൾ അശക്തമാക്കി കളയുന്ന തെളിവോടുകൂടെയാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നബി വന്നു കഴിഞ്ഞാൽ ആ നബിനെ വിശ്വസിക്കൽ ആ നാട്ടുകാർക്ക് മുഴുവൻ നിർബന്ധമാണ്. ഇത് ഫുഖഹാ പറഞ്ഞു വെച്ച വിഷയമാണ്. അംറുൻ ഖാരിഖുൻ യുൽഹിറുല്ലാഹു തആല അലാ യദി നബിയ്യൻ ഇദ്ദിആ ലിനുബുവത്തി എന്നാണ് മുഅ്ജിസത്തിനെ കുറിച്ച് പറയും. നുബുവത്തിനെ വാദിച്ചുകൊണ്ട് ആർക്കാണ് വരിയടോ, നിങ്ങൾക്ക് ആർക്കാണ് തെളിയിക്കേണ്ടത്, ഞാൻ തെളിയിച്ചുതരാം, നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്തുതരാം എന്ന് പറഞ്ഞ് അംഗീകരിപ്പിക്കുന്ന ശൈലിയാണ് നുബുവത്ത്. കറാമത്തിൽ അങ്ങനല്ല. ഒരു വലിയനെ അള്ളാഹു ഏ സമയവും സത്ർ ചെയ്യാണ് അവരുടെ കറാമത്തുകളെയും അള്ളാഹു തആല സത്ർ ചെയ്യാണ് ചെയ്യുക. പലപ്പോഴും ചില ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവരിലൂടെ അള്ളാഹു തആല അത് ആവശ്യമുള്ള സമയത്ത് വെളിപ്പെടുത്തുമെന്നല്ലാതെ അതിങ്ങനെ അവർക്ക് വലിയാണെന്ന് പറഞ്ഞു നടക്കുകയോ അവരുടെ കറാമത്ത് ഇങ്ങനെ വിളിച്ച് എല്ലാവരോടും പറഞ്ഞ് അത് ഇങ്ങനെ ഉണ്ട് എന്ന് സ്ഥാപിക്കുകയോ ചെയ്യാൻ അവർ തന്നെ ആഗ്രഹിക്കുന്നില്ല. പിന്നെ മറ്റുള്ള ആൾക്കാരും അവരോട് ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ എപ്പോഴെങ്കിലും അവരോട് ഇഷ്ടം കൊണ്ട് പറയുന്നുണ്ടെങ്കിലും അതിങ്ങനെ പറഞ്ഞ് അതൊരു സംഭവമാക്കി അത് തന്നെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു കൊണ്ടെടുക്കേണ്ട ഒരു സംഗതിയൊന്നുമല്ല. അവർക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെക്കുക, അവരുടെ ആൾക്കാരോട് പറയാം എന്നല്ലാതെ അതിൻ്റെ പേരിൽ തന്നെ പ്രത്യേകം അത് പറയാനായിട്ട് തന്നെ മുതിർന്ന് അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം അള്ളാഹു തആല സത്ർ ചെയ്യലാണ് അതിൻ്റെ സ്വഭാവം എന്ന് കരുതി ഒരു വലിയ ആണ് എന്ന് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമില്ല എന്ന് പറയുന്നതിൻ്റെ ആകത്തുക. കാരണം ഒരു വലിയന് താൻ വലിയാണോ എന്ന് വരെ അറിയാൻ ചിലപ്പോൾ അള്ളാഹു തആല അറിയിച്ചു കൊടുത്തില്ല എന്നാണ്. ഇത് ഞാൻ എൻ്റെ വക പറഞ്ഞതല്ല, അയിമ്മത്ത് പറഞ്ഞ വിഷയം നമുക്ക് കൊണ്ടുവരാം. ഞാനിവിടെ കൊണ്ടുവരുന്നത് ഇമാം ഖുർത്തുബി തങ്ങളുടെ ഉദ്ധരണിയാണ്. ഇമാം ഖുർത്തുബി തങ്ങൾ പറയാണ്, ഇഖ്തലഫൻ നാസു ഹൽ യജൂസു അൻ യഅലമൽ വലിയു അന്നഹു വലിയുൻ അംലാ. ഒരു വലിയൻ അദ്ദേഹം വലിയാന്നറിയാൽ അത് നിർബന്ധമുള്ള വിഷയമാണോ ജായിസുള്ള വിഷയമാണോ? ഈ വിഷയത്തിൽ അയിമ്മത്തിൻ്റെ ഇടയിൽ ഇഖ്തിലാഫ് ഉണ്ട്, രണ്ടഭിപ്രായമാണ്. അന്നഹു ലാ യജൂസു, ജായിസില്ല. ഒരു വലിയാണ് എന്ന് അള്ളാഹു അദ്ദേഹത്തിന് അറിയിച്ചു കൊടുക്കുക, അദ്ദേഹം അറിഞ്ഞുകൊള്ളണം എന്നില്ല. അതേസമയത്ത് ഒരു നബിയാണ് എന്ന് അറിയൽ നിർബന്ധമാണ്. ആ നബിക്കും അറിയണം, അദ്ദേഹത്തെക്കുറിച്ച് അത് അവിടുന്ന് വരുന്ന ജനങ്ങൾക്കും അത് അറിഞ്ഞിരിക്കണം, ജനങ്ങളെ അത് അറിയിപ്പിച്ചിരിക്കണം, അംഗീകരിപ്പിച്ചിരിക്കണം. അംഗീകരിക്കാത്ത ആളുകളുടെ മുമ്പിൽ തൻ്റെ ഇജാസ് കൊണ്ട് അത് സമ്മതിപ്പിക്കണം. അതേസമയത്ത് ഒരു വലിയനെ അള്ളാഹു സത്ർ ചെയ്യലാണ് ചെയ്യുക. അന്നമാ യുൽഹിറു അലാ യദൈഹി യജിബു അൻ യുലാഹിലഹു ബിഐനി ഖൗഫിൽ മക്രി ലിഅന്നഹു ലാ യഅ്മനു അൻ യകൂന മക്രൻ വസ്തിദ്റാജൻ ലഹു. കാരണം ഒരു വലിയിലൂടെ ഒരു കറാമത്ത് ഒരു സംഭവം ഉണ്ടായാൽ തന്നെ ആ വലിയ പേടിയിലായിരിക്കും. അദ്ദേഹത്തിന് അത് ഇസ്തിദ്റാജാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആണോ എന്ന് ഭയപ്പെടണം. ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല ഈ അത്ഭുതങ്ങൾ വെളിപ്പെടുത്തുന്നത് കൊണ്ടല്ലല്ലോ ഒരാളെ വലിയായി തീരുമാനിക്കുന്നത്. അള്ളാഹു തആല അത്ഭുതങ്ങൾ അവനിഷ്ടമുള്ള ആളുകളോട് വെളിപ്പെടുത്തും. അത് ചിലപ്പോൾ ഔലിയാക്കളായിരിക്കാം, ചിലപ്പോൾ തമ്മാടികളായ ആളുകളായിരിക്കാം. തമ്മാടികളിലൂടെ അള്ളാഹു തആല അത്ഭുതങ്ങൾ വെളിപ്പെടുത്തും. അതിന് ഇസ്തിദ്റാജ് എന്നാണ് പറയാം. ഇപ്പോൾ ദജ്ജാലിലൂടെ അള്ളാഹു വെളിപ്പെടുത്തുന്ന അത്ഭുതങ്ങളെ നമ്മൾ കറാമത്ത് എന്നല്ല പറയാം, ഇസ്തിദ്റാജ്. ജനങ്ങളെ ബാക്കിയുള്ള ആളുകളെയും പേപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു കൊടുത്താണ്. അപ്പോൾ അതുപോലെ ഒരാൾക്ക് അത്ഭുതങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് അദ്ദേഹം വലിയ എന്നുള്ളതിൻ്റെ തെളിവല്ല. പക്ഷെ ഔലിയാക്കൾക്ക് അങ്ങനെ ഉണ്ടാകും. അതിന് കറാമത്ത് എന്ന് പേര് പറയും. അപ്പോൾ ഒരു വലിയ തന്നിൽ അത്ഭുതങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹം പേടിയോടുകൂടിയാണ് ഇത് കാണേണ്ടത്. അതിനെ ഹൗഫോടുകൂടെ അതിനെ പരിഗണിക്കുകയും അത് ഇസ്തിദ്റാജാണോ മറ്റെന്തെങ്കിലും മക്രാണോ എന്നുള്ള ചിന്തയിൽ അതിനെ ആ രൂപത്തിൽ സമീപിക്കുകയും ചെയ്യണം. അതുകൊണ്ട് തന്നെ ആ രൂപത്തിലാണ് അത്. ചിലപ്പോൾ അവർക്കത് അറിഞ്ഞുകൊള്ളണം എന്നില്ല. ഇനി രണ്ടാമത്തെ അഭിപ്രായത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് അങ്ങനെ അറിയിച്ചു കൊടുക്കാം, അങ്ങനെ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഈ ഖുർത്തുബിയുടെ ശേഷമുള്ള ഉദ്ധരണിയിൽ ഭാഗത്ത് പറയുന്നുണ്ട്, അന്നഹു യജൂസു ലിൽ വലി അയ്യാലം അന്നഹു വലിയുൻ എന്ന് പറഞ്ഞാൽ അലാ തറാന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യജൂസു എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. എന്ത്? അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
നേരത്തെ സ്വഹാബത്തെ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്, ആളുകളുടെ എണ്ണി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് സ്ഥിരപ്പെട്ട വിഷയമാണ്. സ്വഹാബത്തുകളിൽ നിന്ന് 10 സ്വഹാബത്തിൻ്റെ പേര് അള്ളാഹു റസൂൽ സ്വർഗത്തിലാണെന്ന് നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്വഹാബത്ത് ഔലിയാക്കളിൽപ്പെട്ടവരാണെന്ന് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. കാരണം അത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട, ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയമാണ്. അതുപോലെ സ്വഹാബത്ത് മുഴുവനും ഔലിയാക്കളാണെന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. കാരണം അത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയമാണ്. റളിയല്ലാഹു അൻഹും വറളു അൻഹു. അതല്ലാത്ത ആഹാദുന്നാസ് ഓരോ വ്യക്തികളും വലിയാണ് എന്ന് വിശ്വസിക്കൽ നിർബന്ധമല്ല. കാരണം അവർ വലിയാണോ എന്ന് അവർക്ക് തന്നെ അള്ളാഹു തആല ചിലപ്പോൾ എന്തായി കൊടുക്കുന്നില്ല, അറിയിച്ചു കൊടുത്തോളണമെന്നില്ല. എന്നിട്ടല്ലേ മറ്റൊരാൾ അദ്ദേഹത്തെക്കുറിച്ച് വലിയാണോ എന്ന് വിശ്വസിക്കൽ. ഇവിടെ പിന്നെ ഈ കുരുവട്ടൂരിസം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു മാരാരോഗം നമ്മുടെ നാടുകളിലൊക്കെ പിടിപെട്ടിട്ടുണ്ട്. അവർ പണ്ഡിതന്മാരെ, ബഹുമാനപ്പെട്ട നമ്മുടെ സമസ്തയുടെ ഉലമാക്കളെ, അത് ഏത് സമസ്തയിൽപ്പെട്ടവരാണെങ്കിലും അവരൊക്കെ നിസ്സാരപ്പെടുത്തി സംസാരിക്കുന്ന വിഭാഗമാണ്. അവരിൽപ്പെട്ട ചില പണ്ഡിതന്മാർ മഹാനായ ഖുത്ബുൽ അഖ്താബ് എന്ന് ബഹുമാനപ്പെട്ട മടവൂർ ശേഖനെ കുറിച്ച് പറയുന്ന വിഷയത്തിൽ സൂക്ഷ്മത കാണിച്ചതിനെ നേരെ ഉൾട്ടയായിട്ട് കണ്ടോ, ഇയാൾ കുത്തുബാണെന്ന് വിശ്വസിക്കുന്നില്ല, ഇയാൾ ഷെയ്ഖാണെന്ന് വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ മഹാനായ CM വലിയുല്ലാഹി മഹാനാണ് എന്ന് അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ തന്നെ ചിലപ്പോൾ അവർക്ക് അദ്ദേഹത്തിന് ആ ഒരു പദവി കിട്ടിയിട്ടുണ്ടോ എന്ന് സൂക്ഷ്മതൻ്റെ വിഷയത്തിൽ പറയാതിരിക്കുന്നത് കൊണ്ട് അത് പണ്ഡിതന്മാർക്കിടയിലുള്ള ഒരു ഖിലാഫാണ്. അതിനെ മുതലെടുത്തുകൊണ്ട് ഇവരൊക്കെ ഔലിയാക്കൾക്കെതിരാണ് എന്ന് വരുത്തീർക്കുന്ന ചില സാധുക്കളുണ്ട്. അവരോട് നമുക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം അവർ ഖുർആനും ഹദീസും പഠിക്കാത്ത ജാഹിലീങ്ങളാണ്. എത്രത്തോളം അവർ എന്നിട്ട് ഈ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങളെക്കുറിച്ച് അവർ പോലും ഇഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള വാക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അൽ ഹുലൂൽ വൽ ഇത്തിഹാദ് എന്ന് പറയുന്ന വാക്കിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് ഇനി നിങ്ങൾ വേറൊരു സാധു പറഞ്ഞ കേൾക്ക്. സാദിരെ എന്ന് തന്നെ ശൈഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. എന്ന് തന്നെ ശൈഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. അപ്പോൾ ഷെയ്ഖുന തന്നെ അനല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്. CM വലിയുല്ലാഹി തങ്ങൾ അനല്ലാ. അപ്പോൾ അള്ളാഹുവിലേക്ക് അള്ളാഹു തആലയാണ് ഞാൻ എന്ന് വരുത്തീർക്കുന്ന നമ്മൾ അദ്വൈത സിദ്ധാന്തം, ഇതാണ് ഇയാൾ പഠിപ്പിക്കുന്ന, ഇവർ പറയുന്ന ത്വരീഖത്ത്. ഇതാണ് ഇവരുടെ കള്ള ത്വരീഖത്തിൻ്റെ അടയാളമാണ്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ പാട്ടും. ഈ പാട്ടിലും പറയുന്നത് CM ഞങ്ങൾക്ക് പടച്ചവനാണെന്നാണ്. അപ്പോൾ ഇത്രയധികം അപകടം പിടിച്ച വാദങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളൊക്കെ സലാമത്താക്കട്ടെ. ഇനി CM വലിയുല്ലാഹി ഖുത്ബുൽ ആലമാണ് എന്ന് പറഞ്ഞ ഈ ആലമിൻ്റെ മുഴുവനും കുത്തുബാണ് CM വലിയുല്ലാഹി എന്ന് ചില ആൾക്കാർ സാധുക്കൾ പറഞ്ഞത്. അതും വില കൂടുതൽപ്പെട്ട സാധുക്കൾ തന്നെയാണ്. നൗഷാദ് മൗലവി പറഞ്ഞത് ഈ ആലമിനെ മൊത്തം CM വലിയുല്ലാഹി നിയന്ത്രിക്കുന്നു എന്നാണ്. അതേസമയത്ത് നമ്മുടെ ഉലമാക്കൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. CM വലിയുല്ലാഹി തങ്ങൾക്ക് ഖുതുബ് എന്നുള്ള ആ ഒരു സ്ഥാനം, അത് CM വലിയുല്ലാഹി വലിയാണ് എന്ന് അംഗീകരിക്കുന്നവർ തന്നെ അദ്ദേഹത്തിന് ഖുതുബ് എന്ന് പറയുന്നൊരു പദവി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള വിഷയത്തിൽ സൂക്ഷ്മതൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് അറിയില്ല, അവർക്കറിയില്ല എന്ന് നമ്മുടെ സമസ്തയുടെ ഉലമാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. CM വലിയുല്ലാഹി ഇപ്പോൾ വലിയ വിശ്വസിക്കാതെ നിർബന്ധമല്ല എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. പക്ഷേ നമ്മളൊക്കെ വിശ്വസിക്കുന്നു. ആ വിശ്വസിക്കുന്നവർ തന്നെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്ഥാനം ഉള്ളതായിട്ട് ഒന്നെങ്കിൽ അത് അവരെ പോലെയുള്ളൊരു മക്കാമുള്ള ഒരാൾ പറയണം. ഇത് നമുക്ക് കിതാബിൽ തെളിയിക്കാൻ പറ്റില്ലല്ലോ, കാരണം ഈ അടുത്ത് ജീവിച്ച് വഫാത്തായി പോയൊരു മഹാനാണല്ലോ. അപ്പോൾ ഒന്നെങ്കിൽ അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ ഇത് പറഞ്ഞിരിക്കണം. അങ്ങനെ പറഞ്ഞത് കൊണ്ട് വിളി കേൾക്കാത്തത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ ഉലമാ സൂക്ഷ്മതൻ്റെ ഭാഗമായിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ കുത്തുബിൽ അഖ്താബ് എന്നോ കുത്തുബിൽ ആലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലോകം മൊത്തം നിയന്ത്രിക്കുന്നു എന്ന് ഇവരർത്ഥം വെക്കുന്നതാണ്. കുത്തുബിൽ അഖ്താബ് എന്നോ കുത്തുബിൽ ആലം എന്നോ ഒരു വലിയനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഈ യൂണിവേഴ്സ് മുഴുവനും നിയന്ത്രിക്കുന്ന ആള് എന്ന അർത്ഥം വെക്കുന്നത് എത്ര വിഡിത്തമാണ്. അങ്ങനെയാണോ ഈ ആലമിൻ്റെ അർത്ഥം? ആലം എന്ന് പറഞ്ഞാൽ മാ സിവൽ ബാരി തആല എന്നല്ലേ. അള്ളാഹു തആല
അല്ലാത്ത എല്ലാ വസ്തുക്കളെക്കുറിച്ചുമാണ് ആലം. അപ്പോൾ അവർ ഈ ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറയുമ്പം അവർ ഈ പറഞ്ഞതിൻ്റെ വിഡിത്തത്രയാണ്. കാരണം അവർ ഈ ലോകത്തിൽപ്പെട്ടതല്ലേ. അപ്പോൾ അവരെ നിയന്ത്രിക്കുന്ന അവർ തന്നെയാ. മനസ്സിലായില്ല? CM വലിയുള്ള ആട്ടെ, ഇനി ആരാവട്ടെ, അവർ കുത്തുബുൽ ആലമാണ്. ഈ ലോകത്തിനെ മൊത്തം അവരാണ് നിയന്ത്രിക്കുന്നത് പറയുമ്പോൾ ഈ ലോകം എന്ന് പറയുന്നത് അള്ളാഹു അല്ലാത്ത വസ്തുക്കളാണല്ലോ. ഇപ്പോൾ ഇക്കാണുന്ന ഇത് ഒരു ആലമാണ്. ഇക്കാണുന്ന ഇതൊരു ആലമായിട്ടാണ് പരിഗണിക്കുന്നത്. അങ്ങനെ ഓരോ ജുസിയാത്തുകളും ആലമാണ്. ഇതെല്ലാം കൂടിച്ചേർന്ന് ചില ആൾക്കാർ മനസ്സിലാക്കി ഇതെല്ലാം കൂടി കൂടിയാൽ മാത്രമേ ഇങ്ങനെ ഉരുണ്ടക്കൂട്ടി വെച്ചാലേ ആലമാവൂ എന്ന് മനസ്സിലാക്കിയ സാധുക്കളുണ്ട്. എല്ലാം കൂടി ഇങ്ങനെ ഉരുണ്ടക്കൂട്ടി വെച്ചാലേ ആലമാവുന്നു. അങ്ങനല്ലല്ലോ. ആലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു അല്ലാത്ത എല്ലാ വസ്തുക്കളും. അപ്പോൾ ഇവർ ലോകം മൊത്തം ഇവർ നിയന്ത്രിക്കും എന്ന് പറയുമ്പോൾ ഇവർ ലോകത്തിൽപ്പെട്ടതല്ലേ. അപ്പോൾ ഇവരെ നിയന്ത്രിക്കുന്ന ഇവർ തന്നെയാ. അപ്പോൾ ഇവരെ നിയന്ത്രിക്കുന്നതും മറ്റുള്ള നിയന്ത്രിക്കുന്നതും ഇവർ തന്നെയാണെന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹു താല നിയന്ത്രിക്കുന്നില്ല, ഇവരെന്നാ നിയന്ത്രിക്കുന്ന അർത്ഥത്തിലേക്കല്ലേ വരിക. അപ്പം അത് ശിർക്കല്ലേ, അത് ശിർക്കൻ വാദല്ലേ, അത് ഇസ്ലാം ഔട്ടായി പോണ വാദല്ലേ. അതേ സമയത്ത് നമ്മുടെ ഉലമാക്കൾ അവർ CM വലിയുല്ലാഹിയെ സംബന്ധിച്ച് ഇനി കുത്തുബുൽ ആലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലോകം മൊത്തം നിയന്ത്രിക്കുന്നവർ എന്നല്ല. അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റുമോ പറ്റൂല എന്ന വിഷയത്തിൽ ഉലമാൻ്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇനി ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കുത്തുബും ഫിൽ ആലമിലുള്ള ഔലിയാക്കൾക്ക് അല്ലാഹു തആല പല പേരുകളും വെച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടൊരു പേരാണ് കുത്തുബ് എന്നുള്ളത്. ആ കുത്തുബ് ആലമിലുള്ള ഒരു കുത്തുബ്, ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്നേ അർത്ഥമുള്ളൂ. വിശുദ്ധ ഖുർആനിൽ തന്നെ ഔലിയാക്കൾക്ക് വ്യത്യസ്തങ്ങളായ മഖാമുകൾ പണ്ഡിതന്മാർ ആയത്തിൻ്റെ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. ഔലിയാക്കളുടെ കൂട്ടത്തിൽ അഖ്താബ്, അഖിയാസ് എന്നൊക്കെ പറഞ്ഞത് സാബിഖൂൻ, അവലൂൻ എന്നൊക്കെ പറഞ്ഞ ആ സാബിഖീങ്ങൾ, അതുപോലെ തന്നെ അല്ലാഹു തആല സിദ്ദീഖീങ്ങൾ എന്ന് പരിചയപ്പെടുത്തിയവർ, വശുഹദാക്കൾ, അതുപോലെ തന്നെ സ്വാലിഹീങ്ങൾ എന്നൊക്കെ ഖുർആൻ ഉപയോഗിച്ച ആ പദത്തിൻ്റെ മറ്റൊരു ശൈലിയാണ് അഖ്താബ്, അഖിയാസ് എന്നൊക്കെ ഉള്ളത്. ഹബീബായ നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഷാമുകാരായ ആളുകളെ ചീത്ത പറയരുത്. ഇന്ന ഫീഹിം അബുദാലുൻ, അവരുടെ കൂട്ടത്തിൽ അബുദാലീങ്ങളുണ്ട്. അത് നബി തങ്ങൾ തന്നെ പറയാം. അപ്പോൾ ഔലിയാക്കൾക്ക് വ്യത്യസ്തങ്ങളായ സ്ഥാനങ്ങളും പേരുകളുണ്ട്. അപ്പോൾ ആ പേരുകൾ ഇന്ന പേരുണ്ടോ എന്നുള്ള വിഷയം വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമല്ല. അതേസമയത്ത് ഇന്ന പേരുണ്ട് എന്ന് വിശ്വസിക്കണമെങ്കിൽ കുറച്ച് പറയണമെങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള വ്യക്തമായ തെളിവ് കിട്ടണം. അത് തെളിവ് കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഉലമാവ് ചിലപ്പോൾ സൂക്ഷ്മതൻ്റെ ഭാഗമായിട്ട് അത് പറയാതിരിക്കുന്നത് കൊണ്ട് അവർ ഈ ഔലിയാക്കൾക്കെതിരാണ് എന്ന് വരുത്തിർക്കുന്ന ഇത്തരം കുരുവട്ടൂരികളെ പോലെയുള്ള ആളുകൾ ഈ സമുദായത്തിന് എന്നും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അള്ളാഹു റഷറിൽ നിന്ന് ജനങ്ങളെ കാക്കട്ടെ. ഉലമാവിനെ തെറി പറഞ്ഞ് നടക്കുക എന്നുള്ളത് അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പം അത്തരം ആളുകളിൽ നിന്ന് എല്ലാവരും വിട്ടു നിൽക്കുക. ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഇത്തരം ഒരു മഖാമുകൾ ഉണ്ട് എന്നുള്ളതിന് പ്രത്യേകമായിട്ട് നമുക്ക് രേഖകൾ വേണം. അതില്ലാതെ നമ്മളെങ്ങനെ ഒരാളെക്കുറിച്ച് ഇന്ന സ്ഥാനമുണ്ട് എന്ന് പറയാം. അവർ വലിയ തന്നെ വിശ്വസിക്കാൻ നമുക്ക് നിർബന്ധമില്ല എന്നുള്ള വിഷയം നേരത്തെ പറഞ്ഞു. ഇനി വിശ്വസിക്കുന്ന ആളുകൾ തന്നെ അവർക്ക് ഇന്ന സ്ഥാനമുണ്ട് എന്ന് പറയാൻ പറ്റുമോ പറ്റൂല എന്നുള്ളത് ഒരു പണ്ഡിതമായ തർക്കമാണ്. അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇനി കുത്തുബുൽ അഖ്താബാണ്, കുത്തുബുൽ ആലമാണ് എന്ന് അറബി പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ഈ ആലം മൊത്തം, കുത്തുബും ഫി കുല്ലി ആലം, അല്ലെങ്കിൽ ഈ കുത്തുബുൽ ആലം എന്ന് പറഞ്ഞാൽ ഈ മുഴുവൻ ആലമിനെയും തദ്ബീർ ചെയ്യുന്ന ആളുകളാണ് എന്ന അർത്ഥം വെക്കുന്നത് എത്ര അപഹാസ്യമാണ്, എത്ര വിവരക്കേടാണ്. അതേസമയത്ത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന അടക്കമുള്ള ഈ ഉസ്താദ് അടക്കമുള്ള മഹാന്മാരൊക്കെ ഈ ഔലിയാക്കൾക്ക് തദ്ബീർ ചെയ്യാൻ അല്ലാഹു തആല ചില പ്രത്യേക കഴിവുകൾ അവരുടെ മഖാമിൽ നിന്നുകൊണ്ട് കൊടുത്തിട്ടുണ്ട് എന്ന് ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വൽ മുദബ്ബിറാത്തി അംറ എന്നുള്ള ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഈ വിഷയം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇമാം ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ പറയാണ്, വൽ വജ്ഹു സാലിസു വൽ മുദബ്ബിറാത്തി അംറ എന്നുള്ളതിൻ്റെ അർത്ഥം ഫി തഫ്സീരി ഹാദിഹിൽ കലിമാത്തിൽ ഖംസ അന്നഹാ ഹിയൽ അർവാഹ്, അത് മുഅ്മിനീങ്ങളുടെ അർവാഹുകളാണ്. വദാലിക്കലി അന്ന നഫ്സൽ മയ്യിത്ത തൻസിയു ഖാലു ഫുലാനും ഫി നസർ ഫുലാൻ യൻസി ഇദാ കാന ഫി സിയാഖിൽ മൗതി വൽ അൻഫുസു എന്നിങ്ങനെ പറഞ്ഞു വന്നിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞു, സുമ്മൽ അർവാഹുൽ ബശരിയത്തുൽ ഖാലിയത്തു അനിൽ അലായിഖിൽ ജിസ്മാനിയത്തിൽ മുഷ്താഖത്തിൽ ഇത്തിസാലിൽ
ഉൽവി ബാദ ഖുറൂജിഹാ മിൻ ദുൽമത്തിൽ അജ്സാദി തദ്ഹബു ഇല ആലമിൽ മലായിക്ക. ഈ ശരീരമാകുന്ന ഗെയ്സിൻ്റെ ഉള്ളിൽ അടക്കപ്പെട്ട ഒരു ആത്മാവിനെ ആ ഗെയ്സിൽ നിന്ന് ഊരപ്പെട്ട് കഴിഞ്ഞാൽ അത് അള്ളാഹുവിലേക്കുള്ള ചേരാനുള്ള അങ്ങേയറ്റത്തെ ആ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ അത് എത്തിച്ചേരുകയും അങ്ങനെ തദ്ഹബ് ഇല ആലമിൽ മലായിക്കത്തി, അത് ആലമുൽ മലായിക്ക എന്ന് പറയുന്ന മലായിക്കത്തിൻ്റെ ഒരു പദവിയിലേക്ക് ആ അർവാഹുകൾ എത്തിച്ചേരും അവർ ചെയ്ത ഇബാദത്തിൻ്റെയും ബർക്കത്തിൻ്റെയും കാരണം കൊണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഔലിയാക്കളെ മഹത്വം പറയുമ്പോൾ ചിലപ്പോൾ അത് മഹാനായ CM വലിയുല്ലാഹിയുടെ ആണ്ടിൻ്റെ മജ്‌ലിസിൽ വെച്ച് തന്നെ ആയിരിക്കും. ഔലിയാക്കളെ മഹത്വം പറയുമ്പോൾ ഔലിയാക്കളുടെ മഹത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവർക്കൊണ്ട് അലൈസ അനൽ ഇൻസാന ഖദ് യറ ഉസ്താദഹു ഫിൽ മനാമി വയസ്അലുഹു അനിൽ മുഷ്കിലത്തി ഫ യുർഷിദുഹു ഇലൈഹ അലൈസ അനൽ ഇബ്ന ഖദ് യറ അബാഹു ഫിൽ മനാമി ഫ യുഹ്ദിഹി ഇലാ കൻസിൻ മദ്ഫൂനിൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അലൈസ അന്ന ജാലിയുനിസ് ഖാല കുന്തു മരീദൻ ഫഅജസ്തു അൻ ഇലാജി നഫ്സി ഫറഅയ്തു ഫിൽ മനാമി വാഹിദൻ അർഷദനി ഇലാ കൈഫിയത്തിൽ ഇലാജ് എന്നൊക്കെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഖസാലി തങ്ങൾ കൊടുത്ത ഉദ്ധരണിയും അവിടെ എടുത്തു കൊടുക്കുന്നുണ്ട്. അന്നൽ ഖസാലി ഖാല ഇന്നൽ അർവാഹ ശരീഫത ഇദാ ഫാർഖത്ത് അബ്ദാനഹ സുമ്മ തഫഖ ഇൻസാനുൻ മുശാബിഹു ലിൽ ഇൻസാനിൽ അവ്വലി ഫി റൂഹി വൽ ബദനി ഫഇന്നഹു ലാ യബ്അദു അൻ യഹ്സുൽ നഫ്സിൽ മുഫാറഖതി തഅല്ലുഖും ബിഹാദൽ ബദനി ഹത്താ തസീറ കൽ മുആവനത്തി ലിനഫ്സിൽ മുതഅല്ലഖതി ബിദാലിക ബദനി അലാ അമൽ ഖൈരി ഫതുസമ്മാ തിൽകൽ മുആവനത്തി ഇൽഹാമൻ എന്നിങ്ങനെ പറഞ്ഞു വന്നിട്ട് ജീവിതകാലത്ത് അവരുമായിട്ട് ബന്ധമുള്ള ആളുകളെ സഹായിക്കാനും ഒക്കെ അള്ളാഹു തആല ഈ അർവാഹുകൾക്ക് പവർ കൊടുക്കുന്ന രൂപത്തിൽ അവരെയൊക്കെ അള്ളാഹു ഉയർത്തിയിട്ടുണ്ട്. ആ നിലക്കുള്ള തദ്ബീറാണ്. അതുകൊണ്ട് തന്നെ വൽ മുദബ്ബിറാത്തി അംറ എന്ന് പറഞ്ഞാൽ ഈ അംറ എന്ന് പറഞ്ഞാൽ സംഗതി തന്നെ ആലമാണ്. അൽ ഉമൂറുല്ലത്തി മാ സിവൽ ബാരി തആല എന്നാണ് ആലമിൻ്റെ അർത്ഥം. അപ്പോൾ പിന്നെ ചില വിഷയങ്ങൾ അള്ളാഹു തആല അവർക്ക് അവരുടെ പരിധിയിൽ വെച്ചുകൊണ്ടുള്ള അധികാരം, ഓരോരുത്തർക്കും ഓരോ പരിധിയാണ്. ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന ഈ സ്ഥാപനം അത് തദ്ബീർ ചെയ്യുന്നത് ഒരർത്ഥത്തിൽ ഞാനാണെന്ന് പറയാം. അത് എന്നെ കൊണ്ട് കഴിയുന്നൊരുത്തത് കമ്മിറ്റിയാണ് എന്ന് പറഞ്ഞാൽ അതും ഒരർത്ഥത്തിൽ അവരാണെന്ന് പറയാം. അങ്ങനെ എല്ലാവരും നമ്മളെക്കാളും കഴിവുള്ള ആളുകൾ അവർക്ക് യോജിച്ചതായ വലിയ വലിയ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ ഓരോ ആളുകൾക്കും അവരുടേതായ രൂപത്തിലുള്ള തദ്ബീറുണ്ട്. ഇനി ഔലിയാക്കളും ആരിഫ്യങ്ങളും ഒക്കെ ആകുമ്പോൾ ഇതൊന്നുമല്ല, ഇതിൻ്റെയൊക്കെ അപ്പുറമുള്ള നമുക്കൊന്നും എത്തിപ്പെടാൻ കഴിയാത്ത ചില വിഷയങ്ങളിൽ തദ്ബീർ അള്ളാഹു കൽപ്പിച്ചു കൊടുക്കും. ഇത് പണ്ഡിതന്മാർ നമ്മുടെ ഉസ്താദന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെ വെച്ചിട്ട് ചില ആൾക്കാർ CM വലിയുല്ലാഹി ഈ ആലം മൊത്തം നിയന്ത്രിച്ചു എന്ന് ഇന്നാൾ പറഞ്ഞു എന്ന് വെറുതെ ചില ആൾക്കാർ വിടുവായിത്തം പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഔലിയാക്കളെ മഹത്വം വിശദീകരിക്കുമ്പം ഇതൊക്കെ അയിമ്മത്ത് പറഞ്ഞ വിഷയം, അതിനപ്പുറം ഒന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ നമ്മൾ ഉലമാവ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇമാം റാസി തങ്ങളുടെ ഫഖ്റുദ്ദീൻ റാസി തങ്ങളുടെ തഫ്സീറിൽ നിന്ന് ഉദ്ധരിച്ചതാണ്. ഇനി ഇതേ വിഷയം തന്നെ ഇമാം റൂഹുൽ മആനിയിൽ അലൂസി റഹ്മത്തുള്ളാഹി തങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് തങ്ങളെ തൊട്ട് തന്നെ ഇതേ ഉദ്ധരണി കൊണ്ടുവന്നിട്ടുണ്ട്. അതും കൂടി ഞാൻ വായിച്ച് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇല്ലാ അന്നഹു ഖാല ഹിയ അൻഫുസുൽ മുഅ്മിനീൻ തസ്ബിഖു ഇലൽ മലായികത്തി അലൈഹിമുസ്സലാം അല്ലദീന യഖ്ബിദൂനഹ എന്നിങ്ങനെ പറഞ്ഞിട്ട് അത് ഔലിയാക്കളുടെ ആത്മാക്കളാണ്, മുഅ്മിനീങ്ങളുടെ ആത്മാക്കളാണ്, അത് മലായികത്തിൻ്റെ പദവിയിലേക്ക് അത് എത്തിച്ചേരും എന്നിങ്ങനെ പറഞ്ഞിട്ട് മഹാനവർ ആയനത്ത് സുറൂർ ഷൗക്കൻ ഇലാ ലിഖാഇല്ലാഹി തആല എന്ന് പറഞ്ഞ വക്കീൽ അഖ്സാം ബിൻ നുഫൂസി ഹാല സുലൂക്കിഹ വതത്ഹീരി ളാഹിരിഹ വബാത്തിനിഹ ബിൽ ഇജ്തിഹാദി ഫിൽ ഇബാദത്തി വതറഖി ഫിൽ മആരിഫിൽ ഇലാഹിയത്തി ഫഇന്നഹ തൻസിയനി ശഹവാത്തി വതൻഷുതു ഇലാ ആലമിൽ ഖുദ്സി ഫതസ്ബിഹു ഫി മറാത്തിബിൽ ഇർതിഖാഇ ഫതസ്ബിഖു ലിൽ മലായികത്തി ഹത്താ തസീറ മിനൽ മംലകാത്തിൽ ലിന്നുഫൂസിൻ നാഖിസ എന്ന് പറഞ്ഞ് അവരെക്കാളും പദവി കുറഞ്ഞ ആളുകളിൽ സ്വാധീനം ചെലുത്താൻ കഴിവുന്ന രൂപത്തിൽ മലായികത്തിൻ്റെ പദവിയിലേക്ക് ഇത്തരം മഹാന്മാർ എത്തിച്ചേരുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ആ മക്കാമിൽ നിന്നുകൊണ്ട് നമ്മുടെ അയിമ്മത്ത് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധയോടെ കാണിക്കുകയും അല്ലാതെ CM വലിയുല്ലാഹി ലോകത്തിൻ്റെ മുഴുവനും മുദബ്ബിറാണ്, ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് CM വലിയുല്ലാഹിയാണ് എന്ന് നമ്മുടെ സമസ്തയുടെ പണ്ഡിതന്മാർ, അതേത് സമസ്തയാവട്ടെ, ഷെയ്ഖുന കാന്തപുർ ഉസ്താദിൻ്റെ കീഴിലുള്ള സമസ്തയാവട്ടെ, ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ കീഴിലുള്ള സമസ്തയാവട്ടെ, ഇനി സംസ്ഥാനയാവട്ടെ, ഇവരൊക്കെ CM വലിയുല്ലാഹി
കുത്തുബുൽ ആലമാണ്, കുത്തുബുൽ ആലമിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ലോകത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്നവർ. അങ്ങനെ ഒരു വിടുവായിത്വം, അങ്ങനത്തെ ഒരു വിവരക്കേടും നമ്മുടെ ഉലമാവ് പറഞ്ഞിട്ടില്ല. നമ്മുടെ ഉലമാക്കൾ ഈ ആയത്തോതിക്കൊണ്ട് ഔലിയാക്കൾക്ക് ഇങ്ങനെ സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ചില പണ്ഡിതന്മാർ CM വലിയുള്ളാഹി തങ്ങളെക്കുറിച്ച് കുത്തുബുൽ ആലം എന്ന് ഉപയോഗിച്ചിട്ട് പറയാൻ പറ്റുമെന്നൊരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പറ്റുമെന്ന് പറഞ്ഞ ആൾക്കാർ അത് ഏതർത്ഥത്തിലാണ് പറഞ്ഞത്, അല്ലാതെ അത് കുത്തുബും ഫിൽ ആലം, ഒരു കുത്തുബ് എന്നുള്ള സ്ഥാനം അത് അവിടുന്ന് പറഞ്ഞ പല പദങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞവരുണ്ട്. ഇനി സൂക്ഷ്മതൻ്റെ ഭാഗമായിട്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. കാരണം അത് അത് കിട്ടേണ്ട ആളുകളിൽ നിന്നൊരു വ്യക്തമായ എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല എന്ന് സൂക്ഷ്മത പാലിച്ച പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ ആ വിഷയം നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഉലമാനെ കളവാക്കാതിരിക്കുക. പണ്ട് ഔലിയാക്കളെ അവർക്ക് അർഹമായ സ്ഥാനം കൊടുക്കുക, അവരെ വലിയാക്കുകയും. ഈ പാട്ടിൻ്റെ ലാസ്റ്റ് പറയുന്നത് ഹൂ അല്ലാ ഹൂ 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 അല്ലാ ഹൂ ഹൂ എന്ന് പറഞ്ഞിട്ട് എന്താണ് മടവൂര് വലിയ അല്ലാന്നോ മടവൂർ അല്ലാന്നോ അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട് ഈ പാട്ടിൻ്റെ ലാസ്റ്റ്, കേട്ടാൽ മനസ്സിലാവും. അപ്പം ആ രൂപത്തിൽ അള്ളാഹു തന്നെയാണ് ഹൂ അല്ലാ മടവൂര്, ഹൂ അല്ലാ മടവൂര്, ഹൂ അല്ലാ മടവൂരാണ് എന്ന് പറഞ്ഞാൽ എത്ര വിവരക്കേടാണത്. അത് ഇസ്ലാമെന്ന് ഒട്ടായി പോണ വാക്കല്ലേ. ഇത്തരം വിവരക്കേടുള്ള ആൾക്കാരുടെ വാക്കുകളും പ്രഭാഷണങ്ങളും കേൾക്കാതിരിക്കുക. സമൂഹം അതിൻ്റെ അവജ്ഞതയോടെ തള്ളിക്കളയും. ഔലിയാക്കൾക്കുള്ള സ്ഥാനങ്ങൾ അത് നമ്മൾ നമ്മൾ ഓർത്ത് വെക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ഇനി ഔലിയാക്കൾക്ക് അമ്പിയാക്കളുടെ മുഅ്ജിസത്തുകളൊക്കെ ഔലിയാക്കൾക്ക് കറാമത്തായിട്ട് വരുമെന്ന് പറഞ്ഞാൽ ഇബ്നു തൈമിയുടെ വാക്കുകൾ ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് ഒരു സമയത്ത് കൊണ്ടുവരും. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവർ തഖ്വയോടെ ജീവിച്ച മഹാന്മാരാണ്. അതുകൊണ്ട് അവരെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾക്ക് ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മളെയൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.